പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. നമ്മളിന്നിവിടെ സ്ഥിരമായി മരുന്ന് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. ചില മരുന്നുകൾ ഡോക്ടർമാർ കുറിച്ചു തരുമ്പോൾ അവർ പറയും, ഈ മരുന്ന് ഒരു ദിവസം പോലും മുടങ്ങാതെ അവർ നിർദ്ദേശിക്കുന്ന കൃത്യസമയത്ത് തന്നെ കഴിക്കണമെന്ന്. നമ്മൾ അലാറമൊക്കെ വെച്ച് ചിലപ്പോൾ മരുന്ന് കഴിച്ചാൽ പോലും ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, ആ മരുന്ന് അന്ന് കഴിച്ചോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു മരുന്ന് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ കഴിക്കേണ്ടത് ആ മരുന്ന് അത് എന്നെല്ലാം ഏതെല്ലാം സമയത്ത് കഴിച്ചു എന്നും എത്ര മരുന്ന് ഇനി ബാക്കിയുണ്ട് എന്നെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിൻ്റെ മെഷർമെൻറ്റുകൾ ഇതിൽ ഉൾപ്പെടുത്താനും സാധിക്കും. ഒട്ടേറെ ഫീച്ചേഴ്സുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഇതിൽ ഒരു മരുന്ന് കഴിക്കേണ്ടതിൻ്റെയും അത് റിമൈൻ ചെയ്യുന്നതിൻ്റെയും രീതികൾ മാത്രമാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അത് എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ ആദ്യമായി ഓപ്പൺ ആക്കുമ്പോൾ ആപ്ലിക്കേഷനിലെ ഫീച്ചറുകളെ കുറിച്ച് ഇതുപോലെ കുറെ വിൻഡോകൾ കാണാം. അതെല്ലാം ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് മാറ്റുകയോ ഇടതുവശത്തെ ക്ലോസ് അമർത്തുകയോ ചെയ്യുക. തുടർന്ന് വരുന്ന ഇന്റർഫേസിൽ താഴെ വലതുവശത്തായി കാണുന്ന ചുവന്ന പ്ലസ് ബട്ടൺ അമർത്തിയാൽ ആഡ് മെഡിക്കേഷൻ എന്നും ആഡ് മെഷർമെന്റ് എന്നും ആഡ് ഡോസ് എന്നും കാണാം. അതിൽ ആഡ് മെഡിക്കേഷൻ എന്നത് അമർത്തുക. തുടർന്ന് മെഡിക്കേഷൻ നെയിം എന്ന ഭാഗത്ത് മരുന്നിന്റെ പേര് ടൈപ്പ് ചെയ്യുക. ചില മരുന്നുകൾ സജഷൻ കാണിക്കും, അതിൽ ഇല്ല എങ്കിൽ ടൈപ്പ് ചെയ്ത് തന്നെ നൽകുക. തുടർന്ന് റിമൈൻഡർ ടൈം എന്നതിന് കീഴെ വൺസ് എ ഡേ എന്ന് അമർത്തി ആ മരുന്ന് ദിവസം ഒന്നിലധികം തവണ കഴിക്കേണ്ടതുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതിന് താഴെ കഴിക്കേണ്ട സമയവും സെറ്റ് ചെയ്യാം. സമയം സെറ്റ് ചെയ്യുമ്പോൾ വരുന്ന ബോക്സിൽ താഴെ ആ സമയത്ത് എത്ര എണ്ണം കഴിക്കണമെന്നും നമുക്ക് സെറ്റ് ചെയ്യാം. ഷെഡ്യൂൾ എന്നതിൽ എന്നെല്ലാം കഴിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതിന് താഴെ മരുന്നിന്റെ കളർ, ഷേപ്പ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഡോസേജ് എന്നതിൽ ആ മരുന്ന് ഏതളവാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഇൻസ്ട്രക്ഷൻസ് എന്നതിൽ ഭക്ഷണത്തിന് ശേഷമാണോ മുൻപാണോ കഴിക്കേണ്ടത് എന്നൊക്കെ സെറ്റ് ചെയ്യാം. പ്രിസ്ക്രിപ്ഷൻ റീഫിൽ എന്നതിൽ എത്ര മരുന്നുണ്ട് എന്നും റീഫിൽ റിമൈൻഡർ എന്നതിൽ മരുന്ന് തീരാൻ പോകുന്നു എന്ന് എത്ര മരുന്ന് ബാക്കിയുള്ളപ്പോൾ അറിയിക്കണമെന്നും സെറ്റ് ചെയ്യാം. ആ റിമൈൻഡർ ഏത് സമയത്താണ് വരേണ്ടതെന്നും നമുക്ക് സെറ്റ് ചെയ്യാം. ഡോക്ടർ എന്ന ഭാഗത്ത് അമർത്തി മരുന്ന് കുറിച്ച് വന്ന ഡോക്ടറുടെ പേരും വിവരങ്ങളും രേഖപ്പെടുത്താം. തുടർന്ന് ഡൺ എന്ന ബട്ടൺ അമർത്തുക. ഇനി മരുന്ന് കഴിക്കാൻ നമ്മൾ സെറ്റ് ചെയ്ത കൃത്യസമയമാകുമ്പോൾ ഇതുപോലെ ഒരു മെസ്സേജ് വിൻഡോ വന്ന് മറ്റു ആപ്പുകൾക്ക് മുകളിലായി ഒരു ശബ്ദത്തോടെ നിൽക്കും. ടേക്ക് എന്ന് അമർത്തി നൗ എന്നോ അല്ലെങ്കിൽ കറക്റ്റ് ടൈമോ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് കഴിക്കാനാണെങ്കിൽ സ്നൂസ് എന്ന് അമർത്താം. ഇത് കൂടാതെ മെനുവിൽ നിന്നും മീ എന്നതെടുത്താൽ മരുന്നുകൾ ഏതൊക്കെ എപ്പോഴെല്ലാം കഴിച്ചു എന്നും ഏതെല്ലാം മിസ്സായി എന്നും മരുന്നിന്റെ പേരിനൊപ്പം റെഡ്, ഗ്രീൻ ഐക്കണുകളാൽ നമുക്ക് തീയതി ഉൾപ്പെടെ കാണിച്ചു തരും. ഇതുകൂടാതെ ഒട്ടനവധി സൗകര്യങ്ങൾ ഈ ആപ്പിലുണ്ട്. എന്നാൽ അതെല്ലാം വിശദീകരിക്കുമ്പോൾ വീഡിയോയുടെ ദൈർഘ്യം കാര്യമായി കൂടുകയും നിങ്ങളാരും അത് കാണുകയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടും ഞാൻ അതെല്ലാം ഒഴിവാക്കുന്നു. മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ഷാർമേനോ. കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവ ഉപയോഗിക്കുന്നവർക്കുള്ള ഇത്തരം അറിവുകൾ ലഭിക്കാൻ എന്റെ പേജ് ലൈക്ക് ചെയ്ത് സി ഫസ്റ്റ് എനേബിൾ ആക്കുക. അതിനായി എന്റെ ഫോട്ടോയിൽ ടച്ച് ചെയ്ത ശേഷം ലൈക്ക് ബട്ടൺ അമർത്തുക. അതിനുശേഷം ഫോളോയിങ് എന്നതിൽ അമർത്തി സി ഫസ്റ്റ് എന്നത് സെലക്ട് ചെയ്യുക. എഡിറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് എന്നതിൽ അമർത്തി ഓൾ പോസ്റ്റ് എന്നതിന് നേരെയും ഓൾ ലൈവ് പോസ്റ്റ് എന്നതിന് നേരെയും നീല മാർക്കുകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കുക. തുടർന്ന് ഇതുപോലെ ദിവസവും ടെക് ലോകത്തെ അറിവുകൾ നിങ്ങൾക്ക് മലയാളം വീഡിയോകളായി നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കുന്നതായിരിക്കും.